നമസ്കാരം. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായ നിതിൻ നവീൻ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തി ബി.ജെ.പിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ആ പ്രകടന പത്രികയിൽ ബി.ജെ.പി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ 5 വർഷം കൊണ്ട് അവർ എന്തൊക്കെ ചെയ്യുമെന്നുള്ള ഒരു ഗംഭീരമായ ഒരു വമ്പൻ വാഗ്ദാനമാണ് ബി.ജെ.പി ഇന്നലെ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ പ്രകടന പത്രികയിൽ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ 5 വർഷത്തിനുള്ളിൽ അവർ നടപ്പിലാക്കിയിരിക്കുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം അത് ഈ നോർത്ത് ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ, ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കൊക്കെ നല്ലപോലെ അറിയാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അവിടേക്ക് 3-ാമത്തെ പ്രാവശ്യവും 4-ാമത്തെ പ്രാവശ്യവും ഒക്കെ ബി.ജെ.പി അവിടെ വീണ്ടും അധികാരത്തിൽ വരുന്നതും, വമ്പൻ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി അധികാരത്തിൽ വരുന്നതും, നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഭാരതത്തെ ഭരിക്കാനായിട്ട്, അല്ലെങ്കിൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വരുന്നതും അതൊക്കെ കൊണ്ടാണ്. കാരണം അവർ ഒരു കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. അത് ഒരു തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ബി.ജെ.പി അധികാരം ഏറ്റപ്പോൾ ആദ്യം പറഞ്ഞത് 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്നു. അതിനുശേഷം ആദ്യമായി അവർ നടപ്പിലാക്കിയത് ഈ തെരുവുനായ ശല്യമാണ്. അതിനൊരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം വി രാജേഷിന്റെ നേതൃത്വത്തിലും ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ നേതൃത്വത്തിലും അവർ കണ്ടു. അപ്പോൾ അവർ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകുമോ, അല്ലെങ്കിൽ അവർ ജനങ്ങളോട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറയോ, അവർ അക്ഷരം പറഞ്ഞ് അവർ അത് അനുസരിച്ച് അത് നടപ്പിലാക്കുന്ന ഒരു കാര്യവും ബി.ജെ.പി ചെയ്യുന്നുണ്ട്. നിലവിൽ ബി.ജെ.പി പുറത്തിറക്കിയ ആ പ്രകടന പത്രികയിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എയിംസ് ആണ്. അതായത് കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുമെന്ന് അവർ പ്രകടന പത്രികയിൽ ആദ്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽ പാത യാഥാർത്ഥ്യമാക്കുമെന്നും പ്രകടന പത്രികയിൽ രണ്ടാമതായി അവർ പറയുന്നുണ്ട്. കൂടാതെ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് ഈ പ്രകടന പത്രിക എല്ലാം തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് വായിച്ചു കേൾപ്പിച്ചത്. കൂടാതെ അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിർധന കുടുംബാംഗങ്ങൾക്ക്, അതായത് പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വർഷത്തിൽ 2 സൗജന്യ LPG സിലിണ്ടറുകളും ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം, ക്ഷേമ പെൻഷനുകൾക്ക് 3,000 രൂപയായി വർദ്ധിപ്പിക്കൽ എന്നിവയും പ്രകടന പത്രികയിൽ ഒരു പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ആരോഗ്യ കേരളത്തിന്റെ ലക്ഷ്യം നടപ്പാക്കാൻ എല്ലാ മലയാളികൾക്കും ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി നടപ്പാക്കുമെന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ പദ്ധതി. കൂടാതെ ഭക്ഷ്യസമൃദ്ധ കേരളവും കർഷക ക്ഷേമവും ഉറപ്പാക്കാനുള്ള പദ്ധതി അവതരിപ്പിക്കുന്ന പത്രിക കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പെന്ന് പറയുന്നത്, തൊഴിലധിഷ്ഠിത വ്യവസായ വാണിജ്യ പുനർജീവനം ഉറപ്പ് വരുത്തുന്നു. അതിനായി പ്രകടന പത്രികയിൽ അവർ നടപ്പിലാക്കുമെന്ന് ഊന്നി പറയുന്നുണ്ട്. കൂടാതെ 12ാം ക്ലാസ് വരെ സൗജന്യ ഐച്ഛിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും വ്യവസായ അധിഷ്ഠിത ഉന്നത വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നത്. 12ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾ വെറും പാഠപുസ്തകത്തിൽ പുസ്തകപ്പുഴുക്കളായി മാത്രം ഇരുന്നാൽ പോരാ, തൊഴിൽ കിട്ടുന്ന സാങ്കേതികപരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ തൊഴിലിന് സ്കോപ്പുള്ള വിഷയങ്ങളും കൂടി പഠിക്കാനായിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടി 12ാം ക്ലാസ് വരെയുള്ളതിൽ ഉൾപ്പെടുത്തുന്നു, പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ് പ്രകടന പത്രികയിൽ ബി.ജെ.പി പറയുന്നത്. അത് വിദ്യാഭ്യാസ മേഖല അടിമുടി മാറുന്നു, ആരോഗ്യ മേഖലയും അടിമുടി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ കേരളം എക്കാലത്തും, അതായത് തിരുവനന്തപുരവും ഉൾപ്പെടെ കേരളം എക്കാലത്തും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. അതിനുവേണ്ടി സ്വച്ഛ് കേരള പദ്ധതി നടപ്പാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. കൂടാതെ വിശ്വാസ സംരക്ഷണവും ആരാധനാലയങ്ങളുടെ പരിപാലനവും ഉറപ്പാക്കും. അത് ഹിന്ദുക്കളുടെ മാത്രമല്ല എല്ലാ ആരാധനാലയ പരിപാലനത്തിന്റെയും ഒരു ഉറപ്പ് വരുത്തുമെന്നാണ് പറയുന്നത്. കൂടാതെ വികസിത കോർപ്പറേഷൻ പദ്ധതി, ലഹരിമുക്ത സംസ്ഥാനം, ലഹരിമുക്ത ക്യാമ്പസുകൾ, തെരുവുനായ ശല്യത്തിന് അന്ത്യം എന്നിവയും പത്രികയിൽ പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്ന പദ്ധതിയിൽ ഒരു തർക്കം പരിഹരിക്കും. അതായത് ദീർഘകാലമായി തമിഴ്നാടും കേരളവും തമ്മിൽ കുമ്പുകോർക്കുന്ന ഒരു പ്രധാന വിഷയമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. കൂടാതെ തീരദേശ സംരക്ഷണം ഉറപ്പാക്കും. കൂടാതെ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന് തലവാചകത്തോടെയാണ് ബി.ജെ.പി പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മേയർ വി രാജേഷ്, 2020 കോർഡിനേറ്റർ ചീഫ് സാബു ജേക്കബ്, BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് കേരളത്തിലെ അടിസ്ഥാനകരമായ അത്യന്താപേക്ഷികമായ ഒരു അടിസ്ഥാന വികസന കാര്യങ്ങൾ ബി.ജെ.പി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് പ്രകടന പത്രിക ബി.ജെ.പി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്.